PV അൻവർ ഉത്തരവാദിത്തം തീർത്ത് മടങ്ങി. MR അജിത് കുമാർ ഇപ്പോഴും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ്. P ശശി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അധോലോ VS സുനിൽകുമാർ CPI നേതാവ് നമ്മളോടൊപ്പം ഫോണിലുണ്ട്. ശ്രീ VS സുനിൽകുമാർ, ഇന്ന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ ശക്തമായൊരു നിലപാട് പറഞ്ഞത്. തൃശൂർ പൂരം മനഃപൂർവ്വം അലങ്കോലപ്പെടുത്തിയതാണ് എന്ന് PV അൻവറിൽ നിന്നുകൂടി ഇപ്പോൾ കേട്ട വിവരങ്ങൾ വെച്ച് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? PV അൻവർ പറഞ്ഞ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലല്ല ഞാനത് പറഞ്ഞു. ഞാൻ ഈ പൂരത്തിന്റെ വിഷയം ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ ഇതിന്റെ അലങ്കോലം ഉണ്ടാക്കിയതിന്റെ പിന്നില് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും അതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും അതല്ലാത്ത തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നും അതിന് ശക്തമായ നടപടി അന്വേഷണം വേണമെന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഞാനത് വ്യക്തമാക്കിയിട്ടാണ്. ഇപ്പോ PV അൻവർ അതിന് പ്രത്യേക ഉദ്യോഗസ്ഥന്റെ പങ്കാളിത്തത്തെ പറ്റി മാത്രമാണ് പരാമർശിച്ചത്. ആ പരാമർശത്തെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളോ തെളിവുകളോ അനുഭവങ്ങളോ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഉദ്യോഗസ്ഥരെ എതിരായിട്ടൊരു പിന്നെ ഒരു പൊളിറ്റിക്കലായിട്ട് അഭിപ്രായം പറയാൻ ഈ സാഹചര്യത്തിൽ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു, ഇങ്ങനെ ഒരു അഭിപ്രായം ഇപ്പൊ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സാഹചര്യത്തില് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഉന്നതതല അന്വേഷണത്തെ സംബന്ധിച്ച റിപ്പോർട്ട് അടിയന്തരമായി പുറത്തു വരട്ടെ. ആ പുറത്തു വന്നതിന് ശേഷം ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുന്നതായിരിക്കും ശരിയായ രീതി എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇത്രയും പറയാൻ ഇടയാക്കിയ സാഹചര്യം. അതൊരു ഗൂഢാലോചനയായിരുന്നു. ആ ഗൂഢാലോചന SP-യുടെ ഇമ്മച്യൂരിറ്റിയും കൂടി ചേർന്നാണ്. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് പൂരം തകർക്കാനുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഗൂഢാലോചനയായിരുന്നു. അത് ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ദു പറഞ്ഞിട്ടുണ്ട്, പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. പരാതി കൊടുത്തവരാ ഞങ്ങൾ. ഇവരൊക്കെ പരാതി കൊടുത്തോ? എന്റെ ചോദ്യം വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് സുനിൽകുമാറിനോട് ചോദിക്കാമായിരുന്നല്ലോ, നിങ്ങൾ പരാതി കൊടുത്തോന്ന്. ഇനി ഞാൻ ആ സംഭവം അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. കാരണം എന്റെ കയ്യിൽ അനുഭവമില്ല, എന്റെ കയ്യിൽ തെളിവില്ല. ഈ രണ്ട് കാര്യമാണ് സുനിൽകുമാർ പറഞ്ഞത്. എന്റെ കയ്യിൽ തെളിവില്ല, എന്റെ കയ്യിൽ അനുഭവമില്ല. തെളിവും അനുഭവവും ഇല്ലാത്ത ആളാണ് സുനിൽകുമാർ, തെളിവും അനുഭവമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രേക്ഷകരെ കേൾക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, തിരുവമ്പാടി ദേവസ്വത്തിലാണല്ലോ ഈ പ്രശ്നമുണ്ടായത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആരാ? സുന്ദരമേനോനാണ്. സുന്ദരമേനോൻ ആരുമായിട്ടാ രാഷ്ട്രീയ ബന്ധം? സുന്ദരമേനോന് എല്ലാവർക്കും അറിയാലോ. സുന്ദരമേനോന്റെ രാഷ്ട്രീയ ബന്ധം ആർക്കാണ്? എന്തായാലും നേരിട്ട് BJP-യുമായിട്ടുള്ള ബന്ധമല്ല, പരസ്യമായിട്ടുള്ള ഇടതുപക്ഷ ബന്ധമാണ്. അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടുള്ള ബന്ധം എന്താണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ആരാണ്? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി ജനറൽ സെക്രട്ടറി തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആരാണ്? കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട DCC-യുടെ ചുമതലപ്പെട്ട ഗിരീഷ് കുമാറാണ്. അവിടെയൊന്നും BJP ഇല്ല. പന്തലിന്റെ ലൈക്ക് അണഞ്ഞു, അതുപോലെ മേളം നിർത്തിവെച്ചു. അതൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ്. ഇതൊക്കെ ആ ദേവസ്വവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, എവിടെയായിരുന്നു MLA? എവിടെയായിരുന്നു ഈ പൂരത്തിന്റെ ചുമതലപ്പെട്ട റവന്യൂ മന്ത്രി? എവിടെയായിരുന്നു? ഞാൻ പൂരത്തിന്റെ ഈ ലൈറ്റ് അണയ്ക്കുന്നതിന് ശേഷം, ലൈറ്റ് അണച്ചതിന് ശേഷം, മേളം നിർത്തിയതിന് ശേഷം ഈ കാര്യങ്ങൾ കേട്ടറിഞ്ഞ്, ഈ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ആ സ്ഥലത്ത് ഓടി ദേവസ്വം ബോർഡിന്റെ ആ മന്ദിരത്തിലേക്ക് ഞാൻ ഓടിയെത്തുമ്പോ അവിടെ ഇടതുപക്ഷ നേതാക്കന്മാരും അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും അവിടെയുണ്ട്. അവിടെ തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാം സംസാരിച്ചതിലും ഇതിൽ ശ്രീ ഗോപാലകൃഷ്ണന് പറയാനുള്ള രാഷ്ട്രീയ ആരോപണം എന്താണ്, VS സുനിൽകുമാറിന് പറയാനുള്ള രാഷ്ട്രീയ ആരോപണം എന്താണ് എന്ന ചോദ്യത്തിന്റെ ഘട്ടം കഴിഞ്ഞുപോയി. അത് അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ അതിന് ഇത്രയും മാസങ്ങളായി പോലീസ് അന്വേഷിച്ചു, അതിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നില്ല. ആ റിപ്പോർട്ട് പുറത്തു വരാത്തതിന് പിന്നിൽ ഒരു BJP CPM ഗൂഢാലോചന എന്നല്ല, BJP CPM-ന്റെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ADGP-യുമായി ഗൂഢാലോചന എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം. അതേക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? അങ്ങനെയാണെങ്കിൽ ആദ്യം സുനിൽകുമാർ ചെയ്യേണ്ടത് അവരെ പാർട്ടിയോട് പിന്തുണ പിൻവലിക്കാൻ പറയാം. അതല്ലേ ഒരു മാന്യത. BJP-യും CPM-ഉം തമ്മിൽ അതിലൊരു പരാതി കൊടുക്കണം. ഞാനതാ പറഞ്ഞത്. PV അൻവറിന് പല ആരോപണം ഉന്നയിക്കാം. PV അൻവർ ഈ പൂരവുമായി ഒരു ബന്ധവുമില്ല. അയാൾ പറഞ്ഞ ഒന്നാം തരം തള്ളലാണ് ഈ പൂരത്തിന്റെ കാര്യം. അപ്പോൾ പൂരത്തിന്റെ കാര്യത്തിൽ അത് അങ്ങനെയാണ്. സുരേഷ് ഗോപി അവിടെ എങ്ങനെ? പക്ഷേ താങ്കളുടെ പാർട്ടി ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് ഭരണമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് താങ്കളുടെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് തൃശൂർ പൂരത്തിന്റെ മാത്രം കാര്യമല്ല, PV അൻവറുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചാണ്.
പി വി അൻവറിന്റെ ആരോപണം കേരളത്തിലെ BJP സീരിയസ് ആയി എടുക്കുന്നില്ല? പി വി അൻവറിന്റെ ആരോപണം വളരെ ഗൗരവമായി ഞങ്ങൾ എടുക്കുന്നു. അത് ഞാൻ ഒരു മിനിറ്റിൽ തന്നെ പറയാം. പക്ഷെ അതിനു മുമ്പ് ഇത്രയും നേരം പ്രസംഗിച്ചു പോയ സുനിൽകുമാറിന്റെ ആ പ്രസംഗത്തിന് ഒരു മറുപടി പറഞ്ഞോട്ടെ എന്ന് നിങ്ങളെന്താ എന്നെ കൊണ്ട് പറയിപ്പിക്കാത്തത്? തൃശ്ശൂർ പൂരത്തിൽ നേരിട്ട് അനുഭവമുള്ള ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ വക തോന്നിവാസം വന്നിട്ട് ഒരു വളരെ കൃത്യമായിട്ടുള്ള വിഷയം അറിയുന്ന ഒരാളാണ് ഞാൻ. സുരേഷ് ഗോപി കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്ക് പോയി അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന ഞങ്ങളാ. കയ്യും കാലും തളർന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഗോപാലകൃഷ്ണൻ പൊക്കോ, നിങ്ങൾ ചെയ്യ, എനിക്ക് വരാൻ പറ്റില്ല എന്ന് ശാഠ്യം പിടിച്ച ആളാണ് ആള്. അയാളെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നത് ഞങ്ങളാണ്. അപ്പൊ ഞങ്ങള് ഈ റവന്യൂ മിനിസ്റ്ററെ വിളിച്ചു. ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് വിളിച്ചത് റവന്യൂ മിനിസ്റ്ററെ. അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ നേതാവ് ഈ സുനിൽകുമാറിനെ വിളിച്ചു, ഈ മുരളീധരനെ വിളിച്ചു. ഇവരുടെയൊക്കെ ഫോൺ ഓഫാ. ഇവരൊന്നും ഫോൺ എടുത്തില്ല. എന്റെ റവന്യൂ മിനിസ്റ്റർ വരാതിരുന്നത്, എന്റെ സുനിൽകുമാർ വരാതിരുന്നത്. സുനിൽകുമാർ രംഗത്ത് വരുന്നത് 6 മണിക്കാ, മുരളീധരൻ രംഗത്ത് വരുന്നത് 9 മണിക്കാ. ഞങ്ങൾ പൊക്കി സുരേഷ് ഗോപിയെ കൊണ്ടുവന്നു. അത് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം, അത് ഞങ്ങളുടെ പാർട്ടിയുടെ താല്പര്യം. അതിനെ ഇവർ ഈ നിലക്ക് വ്യാഖ്യാനിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഞങ്ങൾ വലിയ പൂരത്തിന്റെ ആളുകളാ. പൂരം ഉണ്ടാക്കിയ ഒരു മിനിറ്റ് ഞാൻ ഒരു വാക്ക് പറഞ്ഞു നിർത്താം. തൃശ്ശൂർ പൂരം സൃഷ്ടിച്ചത് ശക്തൻ തമ്പുരാനാ. ആ ശക്തൻ തമ്പുരാന്റെ ഒരു പ്രതിമ വെക്കാൻ തൃശ്ശൂർ ടൗണില് പൂരത്തിന്റെ തിരുവമ്പാടി ദിവസവും പാർമേക്കാവ് ദിവസവും ഞാൻ ജനറൽ കൺവീനറും PC ചാക്കോ, കോൺഗ്രസിന്റെ അന്നത്തെ MP PC ചാക്കോയും ഒരുമിച്ച് പോരാടിയപ്പോ ആ പ്രതിമയ്ക്കെതിരെ നിന്നവരാ ഈ സുനിൽകുമാറും പാർട്ടിയും. എന്നിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് വീരവാദം അടിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA, ഭരണപക്ഷിയുടെ ഒരു MLA വിസിൽ ബ്ലോവർ ആയിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നത്. ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്നത് പോലെ ഈ മന്ത്രിസഭ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ മന്ത്രിസഭയിലെ കള്ളന്മാരെ കുറിച്ച്, അത് ADGP ആയാലും അത് പൊളിറ്റിക്കൽ ശശി ആയാലും, കള്ളന്മാരെ കുറിച്ചാണ് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത്. കള്ളന്മാരുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ആലിബാബയെ തൊടാൻ എല്ലാവർക്കും ഭയ. മലയാള മനോരമ പോലും പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാ? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പോലും കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാ?